കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മലയാള സിനിമയുടെ പിതാവ് ആരാണെന്നറിയാമോ? മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലാണ്. ആരാണ്? JC ഡാനിയലാണ്. അതുപോലെ തന്നെ JC ഡാനിയലിൻ്റെ സ്മരണാർത്ഥം അല്ലെങ്കിൽ JC ഡാനിയലിനോടുള്ള ബഹുമാനാർത്ഥം മലയാള സിനിമയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എന്ത്? JC ഡാനിയൽ പുരസ്കാരം. JC ഡാനിയൽ പുരസ്കാരത്തെക്കുറിച്ച് ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ പറയുന്നില്ല. അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് അറിയാമോ? മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? വിഗതകുമാരനാണ്. ആരാണ്? വിഗതകുമാരനാണ്. വിഗതകുമാരൻ പ്രദർശനം ആരംഭിച്ചത് തിരുവനന്തപുരത്തുള്ള ക്യാപിറ്റോൾ തിയേറ്ററിൽ നിന്നുമാണ്. മലയാളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോയാണ് ഉദയ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. സർക്കാരിൻ്റെ അധീനതയിലുള്ള ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ചിത്രാഞ്ജലി സ്റ്റുഡിയോയാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മലയാള സിനിമ വ്യവസായത്തെ വിളിക്കുന്ന പേരെന്താണ്? മലയാള സിനിമ വ്യവസായത്തെ വിളിക്കുന്ന പേരാണ് മോളിവുഡ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ ഏതാണെന്നറിയാമോ? മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. CV രാമൻപിള്ള, കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിനെ ആസ്പദമാക്കിയാണ് മാർത്താണ്ഡവർമ്മ എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? ബാലനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മലയാളത്തിലെ നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? പ്രേം നസീറാണ്. മലയാളത്തിലെ താരരാജാക്കന്മാർ എന്നറിയപ്പെടുന്ന ആരാണ്? മോഹൻലാലും മമ്മൂട്ടിയുമാണ്. അതുപോലെ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണിത്, അമ്മ. അതുപോലെ മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന ആരാണ്? മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് എന്നറിയപ്പെടുന്നത് ജഗതി ശ്രീകുമാറാണ്. അതുപോലെ തന്നെ JC ഡാനിയൽ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത ആരാണ്? ആറന്മുള പൊന്നമ്മയാണ്. അതൊക്കെ വിശദമായിട്ട് ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഭക്ത സിനിമ ഏതാണ്? ഭക്തപ്രഹ്ലാദ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണെന്നറിയാമോ? കണ്ടം വെച്ച കോട്ട്. മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമ ഏതാണ്? പടയോട്ടമാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമ ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. അതുപോലെ മലയാളത്തിൽ ആദ്യമായിട്ട് 100 കോടി കളക്ഷൻ നേടുന്ന സിനിമ ഏതാണ്? പുലിമുരുകനാണ്. അപ്പം അഭിനയിച്ചതാരെന്ന് നമുക്കറിയാം. മോഹൻലാൽ അഭിനയിച്ച് വളരെ ഹിറ്റാക്കിയൊരു സിനിമയാണിത്, പുലിമുരുകൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ JC ഡാനിയലിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ സിനിമ ഏതാണ്? സെല്ലുലോയിഡ്. അതുപോലെ തന്നെ സെല്ലുലോയിഡിൽ നായകനാണ് പൃഥ്വിരാജാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ സിനിമ ഏതാണ്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ സിനിമ ഏതാണ്? യുഗപുരുഷൻ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ സിനിമ ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ മലയാളം ഓർത്തുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? നടി ശാരദയ്ക്കാണ്. അതുപോലെ 2025 മികച്ച നടനുള്ള കേരള സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? നടൻ മമ്മൂട്ടിക്കാണ്. സിനിമ പ്രമയുഗമാണ് കേട്ടോ.
നടിയാരാണ്? ഷംല ഹംസയാണ്. ഷംല ഹംസ. അതുപോലെ തന്നെ മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വേടനാണ്. ആർക്കാണ്? വേടനാണ്. ഹിരൺദാസ് മുരളി എന്നറിയപ്പെടുന്ന വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി. വേടൻ്റെ യഥാർത്ഥ പേരാണ് ഹിരൺദാസ് മുരളി.